നാഗമാണിക്യം എപ്പിസോഡ് 69ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശേഷം യമരാജൻ എത്ര പറഞ്ഞിട്ട് പാറു കേൾക്കാത്തത് കാണുന്ന യമരാജൻ അവിടെ നിന്ന് ശങ്കറിന്റെ ആത്മാവിനെയും കൊണ്ട് പോവുകയാണ്. അത് കാണുന്ന പാറു യമരാജന്റെ പുറകെ പോവുകയാണ്. എന്നിട്ട് പാറു യമരാജനോട് ശങ്കർ ഇല്ലാത്ത ലോകത്ത് പാറുവിനെ ജീവിക്കേണ്ട, പാറുവിനെയും കൊണ്ട് പോകാൻ പറയുകയാണ്. അത് കേൾക്കുന്ന യമരാജൻ പാറു പുറകെ വരുന്നത് തടയാൻ വേണ്ടി പാറുവിന്റെ മുന്നിൽ യമരാജൻ തീക്കനൽ ഇടുകയാണ്. അത് കാണുന്ന പാറു ശങ്കർ ഇല്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തീക്കനലിലൂടെ നടക്കുകയാണ്. അത് കാണുന്ന യമരാജൻ പാറുവിനോട് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയുകയാണ്. യമരാജൻ പറഞ്ഞിട്ടും പാറു കേൾക്കാതെ മുന്നോട്ട് നടക്കുന്നത് കാണുന്ന യമരാജൻ കനലിൽ തീയിടുകയാണ്. എന്നിട്ടും പേടിക്കാതെ പാറു മുന്നോട്ട് നടക്കുന്നത് കാണുന്ന യമരാജൻ തീ കനൽ അപ്രത്യക്ഷമാക്കുകയാണ്. നിനക്ക് മരണത്തിനെ ഒട്ടും പേടിയില്ലേ? ശങ്കറിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ സമയം പുറകിലോട്ട് പോകണം. നമ്മൾ രണ്ടുപേരും എത്ര ശ്രമിച്ചാലും സമയത്തിനെ പുറകിലോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുകയാണ് യമരാജൻ. അത് കേൾക്കുന്ന പാറു വിഷമിച്ച് നിൽക്കുകയാണ്. മറുവശത്ത് നാഗമാണിക്യത്തിനെ കയ്യിൽ വെച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ് മോഹിനിയുടെ പുറകിൽ കൂടി വരുന്ന രംഭ കറുത്ത തുണി കൊണ്ട് മോഹിനിയുടെ മുഖം മറച്ചിട്ട് മോഹിനിയുടെ കയ്യിലിരിക്കുന്ന നാഗമാണിക്യം മോഹിനിയുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങുകയാണ്. അത് കാണുന്ന മോഹിനി ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ രംഭയാണെന്നും മൻമോഹൻ ചേച്ചി കാരണമാണ് മരിച്ചതെന്നും ചേച്ചിക്ക് നാഗമാണിക്യം കിട്ടിയത് കൊണ്ട് ഇനി അവസാനം വരെ ഞാൻ നിങ്ങളുടെ അടിമയായി കഴിയേണ്ടി വരും, എനിക്ക് അതിന് കഴിയില്ല എന്നൊക്കെ പറയുകയാണ് രംഭ. ഇതെല്ലാം കണ്ട് പാലസിലുള്ളവർ അത്ഭുതത്തോടെയും അതിശയത്തോടെയും നിൽക്കുകയാണ്. നാഗമാണിക്യം ഇനി എന്റേത് മാത്രമാണ്, ഇനി മുതൽ നിങ്ങൾ എല്ലാവരും എന്റെ അടിമകളാണ് എന്ന് രംഭ പറയുന്ന സമയം ദേഷ്യം വരുന്ന മോഹിനി രംഭയെ തള്ളി മാറ്റിയിട്ട് രംഭയ്ക്കെതിരെ ശക്തി പ്രയോഗിക്കുകയാണ്. അത് കാണുന്ന രംഭ നാഗമാണിക്യത്തിനെ മോഹിനിയുടെ നേരെ കാണിക്കുന്നു. അപ്പോൾ നാഗമാണിക്യത്തിൽ നിന്ന് പ്രകാശം വരികയും ആ പ്രകാശം കാരണം മോഹിനി താഴെ വീഴുകയും ചെയ്യുന്നു. മോഹിനി കിടക്കുന്നത് കാണുന്ന രംഭ അട്ടഹസിച്ച് ചിരിക്കുകയാണ്. എന്നിട്ട് രംഭ സൗദാമിനിയോടും സീമയോടും മോഹിനിയെ എടുത്തുകൊണ്ട് അകത്തേക്ക് പോകാൻ പറയുകയാണ്. രംഭ മോഹിനിയെ വീഴ്ത്തിയത് കണ്ട് പേടിച്ചത് കൊണ്ട് അവർ രംഭ പറയുന്നത് പോലെ കേൾക്കുകയാണ്. രംഭ പറയുന്നത് പോലെ മോഹിനിയെ അവർ ഒരു ചേറിൽ ഇരുത്തിയിട്ട് കെട്ടിയിടുകയാണ്. മറുവശത്ത് യമരാജനോട് പാറു ശങ്കറിനെ തിരിച്ചു തരണം, എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്, ഞങ്ങളെ രണ്ടുപേരെയും പിരിക്കരുത്, ശങ്കർ ഇല്ലാതെ എന്റെ ജീവിതം പൂർണ്ണമാകില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് കെഞ്ചി പറയുകയാണ് പാറു. ഈ സമയം രംഭ നാഗമാണിക്യത്തിന്റെ ശക്തി സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ്. എത്ര ശ്രമിച്ചിട്ട് നാഗമാണിക്യത്തിന്റെ ശക്തി കിട്ടാത്തത് കാണുന്ന രംഭ ആലോചിച്ച് നിൽക്കുന്നത് കാണുന്ന സൗദാമിനി രംഭയോട് നാഗമാണിക്യത്തിന്റെ ശക്തി സ്വന്തമാക്കാൻ മന്ത്രം പറയണമെന്നും മോഹിനി മന്ത്രം പറയുന്നത് കേട്ടിട്ടുണ്ടെന്നും മന്ത്രം എഴുതിയിരിക്കുന്ന ബുക്ക് ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാകുമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന രംഭ സൗദാമിനി പറയുന്നത് വിശ്വസിക്കുകയും സൗദാമിനിയോടും മറ്റെല്ലാവരോടുമായി ഈ പാലസിൽ എവിടെയുണ്ടെങ്കിലും ബുക്ക് കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ പറയുകയാണ്. അത് കേൾക്കുന്ന അവരെല്ലാവരും കുറെ കഥാ ബുക്കുകളും യക്ഷി കഥകൾ പോലുള്ള ബുക്കുകളെല്ലാം എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. അത് കാണുന്ന രംഭ ആ ബുക്കുകളെല്ലാം ഇരുന്ന് വായിക്കുകയാണ്. മറുവശത്ത് പാറുവിന് യമരാജൻ കയ്യിലിരിക്കുന്ന കാലചക്രം കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ കാലചക്രത്തിന്റെ സൂചി പുറകിലോട്ടാക്കാനും മുന്നിലോട്ടാക്കാനും നിർത്തുവാനും നമുക്ക് കഴിയില്ല, ഇത് മഹാദേവന്റെ ശക്തിയിലാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ രണ്ടുപേരും എത്ര ശ്രമിച്ചാലും ഈ കാലചക്രത്തിനെ പുറകിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറയുകയാണ്. കേൾക്കുന്ന പാറുവിന് നാഗമാണിക്യത്തിനെ ഓർമ്മ വരികയാണ്. പാറു ആ കാര്യം യമരാജനോട് പറയുകയാണ്. എന്നിട്ട് എങ്ങനെയെങ്കിലും ശങ്കറിന് വേണ്ടി ഞാൻ നാഗമാണിക്യം കൊണ്ടുവരുമെന്ന് പാറു ഉറപ്പിച്ച് പറയുകയാണ്. അത് കേൾക്കുന്ന യമരാജൻ ശങ്കറിനെ കൊണ്ടുപോകാൻ കുറച്ച് സമയം കൂടി ഉണ്ട്, അതിനുള്ളിൽ കാലചക്രത്തിന് മാറ്റം വരുത്താൻ കഴിഞ്ഞാൽ ശങ്കറിനെ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് യമരാജൻ കയ്യിലിരിക്കുന്ന കാലചക്രത്തിനെ പാറുവിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്റെ ആശീർവാദം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും, സമയത്തിന് തന്നെ തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ട് യമരാജൻ അവിടെ നിന്ന് പോവുകയാണ്. എങ്ങനെയെങ്കിലും മോഹിനിയുടെ കയ്യിൽ നിന്ന് നാഗമാണിക്യം എടുക്കണമെന്ന് പറഞ്ഞ് പാറു അവിടെ നിന്ന് പോകുന്നു. മറുവശത്ത് രംഭയ്ക്ക് വായിച്ചിട്ട് ഒന്നും മനസ്സിലാവാത്തത് കൊണ്ട് ഭീഷണിപ്പെടുത്തി അവരോട് വായിച്ചു കൊടുക്കാൻ പറയുകയാണ്. അത് കേട്ട് പേടിക്കുന്ന മുത്തശ്ശി ബുക്ക് വായിക്കുകയാണ്. ആ ബുക്കിൽ വിവാഹിതയായവർക്ക് നാഗമാണിക്യത്തിന്റെ ശക്തികൾ സ്വന്തമാക്കാൻ കഴിയുമെന്ന് മുത്തശ്ശി വായിക്കുന്നത് കേൾക്കുന്ന രംഭ മൻമോഹൻ ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന രംഭയ്ക്ക് ഒരു ഐഡിയ കിട്ടുകയാണ്. രംഭ ഒരു വിവാഹം കഴിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. വിവാഹം ആരെ കഴിക്കുമെന്ന് ആലോചിക്കുന്ന രംഭ ദുൽചന്ദിനെയും ലഖനെയും അടുത്തേക്ക് വിളിപ്പിക്കുകയാണ്. എന്നിട്ട് അവര് രണ്ടുപേരിലും ആരെ സെലക്ട് ചെയ്യുമെന്ന് ഗെയിം കളിച്ച് തീരുമാനിക്കുകയാണ്. ലഖനെയാണ് രംഭ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഭീഷണിപ്പെടുത്തി രംഭ ലഖനെ വിവാഹം കഴിക്കാൻ നോക്കുകയാണ്. അത് കണ്ട് വിഷമം വരുന്ന സീമ രംഭ അറിയാതെ മോഹിനിയുടെ തലയിൽ വെള്ളം ഒഴിച്ച് മോഹിനിയുടെ കെട്ടഴിച്ച് മോഹിനിയെ രക്ഷപ്പെടുത്തുകയാണ്. ഈ സമയം രംഭ ലഖനെ വിവാഹം കഴിക്കാൻ വേണ്ടി ചടങ്ങുകൾ തുടങ്ങുന്നതും അവിടെ വരുന്ന മോഹിനി രംഭയെ അടിക്കുകയും രംഭയെ വഴക്ക് പറയുകയും ചെയ്യുന്നു. മോഹിനിയെ കണ്ട രംഭ പേടിച്ചു നിൽക്കുകയാണ്. മോഹിനി രംഭയെ അടിച്ചപ്പോൾ രംഭയുടെ കയ്യിൽ ഇരുന്ന നാഗമാണിക്യം തറയിൽ വീഴുന്നു. രംഭ മോഹിനിയോട് സോറി പറയുകയാണ്. അത് കേൾക്കുന്ന മോഹിനി നാഗമാണിക്യം എടുക്കുകയും ശേഷം നാഗമാണിക്യം കണ്ണീരുള്ള ബൗളിൽ ഇടുകയും ചെയ്യുന്നു. കുറച്ചു കഴിയുമ്പോൾ ബൗളിൽ നിന്ന് കറുത്ത പുക വരികയും നാഗമാണിക്യം മോഹിനിയുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. മോഹിനി ശക്തിശാലിയായ രക്ഷസായി മാറുകയാണ്. അത് അറിഞ്ഞ് സന്തോഷത്തോടെ അട്ടഹസിക്കുകയാണ് മോഹിനി. ശേഷം മോഹിനി ശങ്കറിന്റെ ഫാമിലിയുടെ മുന്നിൽ വരുന്നു. മോഹിനിയെ കണ്ട് അവർ പേടിച്ചു നിൽക്കുകയാണ്. മോഹിനി അവരെ എല്ലാവരെയും മാന്ത്രിക കയർ കൊണ്ട് കെട്ടി ബന്ധിക്കുകയാണ്. അത്
കണ്ട് അവിടെ വരുന്ന രംഭ മൻമോഹനെ കൊന്നതുപോലെ എല്ലാവരെയും കൊല്ലണമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മോഹിനി ശക്തി പ്രയോഗിക്കാൻ തുടങ്ങുന്നതും അവിടെ പാറു വരുന്നു. മോഹിനി അവർക്കെതിരെ ശക്തി പ്രയോഗിക്കുന്നതും ഒരു കണ്ണാടിയുമായി അവരുടെ അടുത്തേക്ക് വരുന്ന പാറു മോഹിനിയുടെ നേരെ കണ്ണാടി കാണിക്കുകയാണ്. അപ്പോൾ മോഹിനി പ്രയോഗിക്കുന്ന ശക്തി കണ്ണാടിയിൽ തട്ടിയിട്ട് മോഹിനിയുടെ നേരെ പോവുകയും മോഹിനി അലറി വിളിച്ചുകൊണ്ട് താഴെ വീഴുകയും ചെയ്യുകയാണ്. പാറുവിനെ കാണുന്ന എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. പാറു അവരുടെ കെട്ടഴിച്ചു വിടുന്നു. മോഹിനി വേദന കൊണ്ട് അലറി വിളിക്കുകയാണ്. മോഹിനിയുടെ മുഖത്ത് അടയാളം കാണുന്ന രംഭ പേടിച്ച് മാറി നിൽക്കുകയാണ്. അത് കാണുന്ന മോഹിനി രംഭയോട് എന്റെ സൗന്ദര്യത്തിന് എന്തെങ്കിലും സംഭവിച്ചോ, ഞാൻ ഇപ്പോഴും സുന്ദരിയല്ലേ എന്നൊക്കെ പറഞ്ഞ് മോഹിനി വിഷമിച്ച് നിൽക്കുകയാണ്. അത് കാണുന്ന പാറു മോഹിനിക്ക് കണ്ണാടിയിൽ സ്വന്തം രൂപം കാണിച്ചു കൊടുക്കുകയാണ്. കണ്ണാടിയിൽ നോക്കുന്ന മോഹിനി അലറി വിളിക്കുകയാണ്. മോഹിനിയുടെ മുഖത്ത് ഒരു സൈഡിൽ അടയാളം ഉണ്ടായിരിക്കുകയാണ്. അത് കണ്ട് വിശ്വസിക്കാൻ കഴിയാതെ മോഹിനി നിൽക്കുകയാണ്. മോഹിനി പാറുവിനോട് ഞാൻ ഇപ്പോൾ സാധാരണ ഒരു രക്ഷസല്ല, നാഗമാണിക്യത്തിന്റെ ശക്തി കൂടി എനിക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് തന്നെ എന്റെ സൗന്ദര്യം തിരിച്ചെടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് മോഹിനി ശക്തി പ്രയോഗിച്ച് നോക്കുകയാണ്. പക്ഷെ ഒരു ഫലവും കാണാത്തത് കാണുന്ന മോഹിനി ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. മോഹിനി നിൽക്കുന്നത് കാണുന്ന പാറു മോഹിനിയോട് ഒരിക്കലും ആർക്കും സമയത്തിനെ പുറകിലോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, മോഹിനിക്ക് ഒരിക്കലും സൗന്ദര്യം തിരിച്ചു കിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന മോഹിനിക്ക് ദേഷ്യം വരികയും മോഹിനി പാറുവിന്റെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ പാറു മനഃപൂർവ്വം മോഹിനി കാണാൻ വേണ്ടി കയ്യിലിരിക്കുന്ന കാലചക്രം തറയിലിടുകയാണ്. തറയിൽ കിടക്കുന്ന കാലചക്രം കാണുന്ന രംഭ അതെടുത്ത് മോഹിനിയെ കാണിക്കുമ്പോൾ മോഹിനി പാറുവിനോട് ദേഷ്യത്തോടെ എന്താണ് അതെന്ന് ചോദിക്കുകയാണ്. എല്ലാവരും പേടിയോടെ നിൽക്കുകയാണ്. പാറു ഒന്നും പറയാതെ നിൽക്കുന്നത് കാണുന്ന മോഹിനി വയലന്റ് ആകുമ്പോൾ അത് കാലചക്രമാണെന്നും കാലചക്രത്തിൽ നാഗമാണിക്യത്തിന്റെ ശക്തി പ്രയോഗിച്ചാൽ സമയത്തെ പുറകിലോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നും പറയുകയാണ്. ആ കാര്യം കേട്ട് സന്തോഷം തോന്നുന്ന മോഹിനി ശക്തി പ്രയോഗിക്കുകയാണ്. മോഹിനിയുടെ ഉള്ളിലുള്ള നാഗമാണിക്യത്തിന്റെ ശക്തി കാരണം അവിടെ ഒരു മാന്ത്രിക വാതിൽ ഉണ്ടാകുന്നു. അത് പാസ്റ്റിലേക്കുള്ള വഴിയാണെന്ന് മനസ്സിലാക്കുന്ന പാറു മോഹിനിയുടെ കയ്യിൽ നിന്ന് കാലചക്രം പിടിച്ചു വാങ്ങിക്കൊണ്ട് അവിടെ നിന്ന് പാസ്റ്റിലേക്ക് പോവുകയാണ്. പാറു പോകുന്നത് കണ്ട് എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. മോഹിനി ഞെട്ടലോടെ നിൽക്കുകയാണ്. ശേഷം പാസ്റ്റിൽ പോകുന്ന പാറു കാണുന്നത് ശങ്കറും പാറുവും ക്ലോക്കിന്റെ സൂചി താഴേക്ക് വീഴുന്നത് നോക്കി നിൽക്കുകയാണ്. ശങ്കർ പാറുവിനെ പിടിച്ചു മാറ്റുന്നു. അത് കാണുന്ന പ്രസന്റിലെ പാറു ശങ്കറിന്റെ അടുത്ത് പോയി ശങ്കറിനെ പിടിച്ചു മാറ്റുകയാണ്. അപ്പോൾ സൂചി തറയിൽ വന്ന് വീഴുകയാണ്. അത് കാണുന്ന ശങ്കർ പാറുവിനെ കണ്ട് അത്ഭുതത്തോടെ നിൽക്കുകയാണ്. പ്രസന്റിലെ പാറുവിനെയും പാസ്റ്റിലെ പാറുവിനെയും കണ്ട് ശങ്കർ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. പ്രസന്റിലെ പാറു പാസ്റ്റിലെ പാറുവിനെ നോക്കി ചിരിക്കുമ്പോൾ പാസ്റ്റിലെ പാറുവിനെ എല്ലാം ഓർമ്മ വരികയാണ്. ആ സമയം പ്രസന്റിലെ പാറു അപ്രത്യക്ഷമാകുന്നു. പാറുവും ശങ്കറും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ട് ദേഷ്യം വരുന്ന മോഹിനി ശങ്കറിന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങുമ്പോൾ കാല് തട്ടി വീഴാൻ പോകുന്ന മോഹിനിയുടെ കയ്യിൽ നിന്ന് നാഗമാണിക്യം തറയിൽ വീഴുകയാണ്. നാഗമാണിക്യം പാറുവിന്റെ മുന്നിലേക്കാണ് വന്ന് വീഴുന്നത്. നാഗമാണിക്യം കാണുന്ന മോഹിനി നാഗമാണിക്യം എടുക്കാൻ നോക്കുമ്പോൾ ശങ്കർ നാഗമായി മാറുന്നു. അത് കണ്ട് പേടിച്ച് മോഹിനി നിൽക്കുമ്പോൾ പാറു നാഗമാണിക്യം എടുക്കുകയാണ്. നാഗമാണിക്യം കിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന മോഹിനി അവിടെ നിന്ന് പോകുന്നു. ശേഷം അവിടെ യമരാജൻ വരികയാണ്. യമരാജൻ ശങ്കറിനോട് മരണത്തെ തോൽപ്പിച്ച് പാറു ശങ്കറിന്റെ ജീവൻ തിരിച്ചു കൊണ്ടുവന്നു, ശങ്കർ ഭാഗ്യവാനാണ്, അതുകൊണ്ടാണ് പാറുവിനെ പോലൊരു വൈഫിനെ കിട്ടിയത് എന്നൊക്കെ പറയുകയാണ്. പാറു നാഗമാണിക്യത്തിനെ നോക്കിയിട്ട് നാഗമാണിക്യത്തിന്റെ ശക്തി ഇനി എനിക്ക് ആവശ്യമില്ല, നാഗമാണിക്യത്തിന്റെ ശക്തി ഒരു മനുഷ്യനോ രക്ഷസിനോ ചെകുത്താനോ സംരക്ഷിക്കാൻ കഴിയില്ല, നമുക്ക് ഈ നാഗമാണിക്യം സംരക്ഷിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പറയുകയാണ് പാറു. നാഗമാണിക്യം ഉള്ളത് കൊണ്ടാണ് നീ ഒരു നാഗമായി മാറുന്നത്, നാഗമാണിക്യം ഇല്ലെങ്കിൽ നിനക്ക് അതിന് കഴിയില്ല എന്ന് ശങ്കർ പറയുന്നത് കേൾക്കുന്ന യമരാജൻ പാറുവിന് നാഗമാണിക്യം ഇല്ലാതെ തന്നെ നാഗമാകാനുള്ള വരദാനം കൊടുക്കുകയാണ്. അപ്പോൾ പാറു നാഗമായി മാറുന്നു. പാറുവിന്റെ നാഗരൂപം കണ്ട് രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. അത് കാണുന്ന യമരാജൻ അപ്രത്യക്ഷമാകുന്നു. അടുത്ത സീനിൽ രംഭ ശങ്കറിന്റെ ഫാമിലിയെ ഉപദ്രവിക്കുകയാണ്. ആ സമയം അവിടെ വരുന്ന ശങ്കറും പാറുവും രംഭയെ ഉപദ്രവിക്കുന്നു. പാറുവും ശങ്കറും നാഗരൂപത്തിൽ നിൽക്കുന്നത് കണ്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. രംഭ പേടിച്ച് നിൽക്കുകയാണ്. പാറു രംഭയെ ഓരോന്നും പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ രംഭ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അവിടെ നിന്ന് പേടിച്ച് ഓടിപ്പോകാൻ തുടങ്ങുന്ന രംഭയെ തിരിച്ചു വിളിച്ചിട്ട് സൗദാമിനി രംഭയെ അടിക്കുകയാണ്. രംഭ ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. ശേഷം യഥാർത്ഥ രൂപത്തിലാവുന്ന പാറുവും ശങ്കറും ഫാമിലിയോട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അവരെല്ലാരും പേടിയൊന്നുമില്ലാതെ ശങ്കറിനോടും പാറുവിനോടും സംസാരിക്കുകയാണ്. പാറു ശങ്കറിനോട് മോഹിനി ഇപ്പോൾ മറിഞ്ഞിരിക്കുകയാണ്, ഒരു ചാൻസ് കിട്ടിയാൽ മോഹിനി എന്തും ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മൾ ചതി ചെയ്ത് രക്ഷസിനെ ഇവിടെ വരുത്തണമെന്ന് പറയുകയാണ്. എന്നിട്ട് അവരെല്ലാവരും കൂടി ഒരു പ്ലാൻ ചെയ്യുകയാണ്. ശേഷം അടുത്ത സീനിൽ രംഭ അവിടെ നിന്ന് പോകാൻ വേണ്ടി ബാഗുമായി വരുമ്പോൾ മോഹിനി മാന്ത്രിക ശക്തിയിലൂടെ വന്ന് രംഭയോട് നാഗങ്ങൾ നിന്നെ കൊത്താൻ സാധ്യതയുണ്ട്, പെട്ടെന്ന് തന്നെ വരാൻ പറയുകയാണ്. ഈ സമയം മറുവശത്ത് പാറുവും ശങ്കറും അവരുടെ പുറം തോലിടുകയാണ്. രംഭ വരുമ്പോൾ പാറുവും ശങ്കറും മരിച്ചു കിടക്കുന്നതായി കാണാൻ വേണ്ടിയാണ് അവർ
അവർ അങ്ങനെ ചെയ്യുന്നത്? പുറംതൊലിയുടെ മുന്നിലിരിക്കുന്ന എല്ലാവരും ശങ്കറും പാറുവും മരിച്ചു എന്ന് പറഞ്ഞ് കരയുകയാണ്. ഇതെല്ലാം ശങ്കറും പാറുവും മറഞ്ഞു നിന്ന് കാണുകയാണ്. ആ സമയം അവിടെ വരുന്ന രംഭ എല്ലാവരും കരയുന്നതും രണ്ട് നാഗങ്ങൾ കിടക്കുന്നതും കാണുകയാണ്. അതെല്ലാം കാണുന്ന രംഭ മോഹിനിയെ മാന്ത്രിക ശക്തിയിൽ വിളിച്ചു വരുത്തുകയാണ്. അതെല്ലാം കാണുന്ന മോഹിനിക്ക് ഡൗട്ട് തോന്നുകയാണ്. മോഹിനി രംഭയോട് നാഗങ്ങളുടെ അടുത്ത് പോയി നോക്കാൻ പറയുകയാണ്. മോഹിനി പറഞ്ഞതുപോലെ രംഭ നാഗങ്ങളുടെ അടുത്ത് പോയി നോക്കിയിട്ട് നാഗങ്ങൾ മരിച്ചു എന്ന് ഉറപ്പിച്ചു പറയുകയാണ് രംഭ. എങ്ങനെയാണ് നാഗങ്ങൾ മരിച്ചതെന്ന് ചോദിക്കാൻ രംഭയോട് പറയുമ്പോൾ രംഭ ആ കാര്യം അവരോട് ചോദിക്കുകയാണ്. അത് കേട്ട് കരഞ്ഞുകൊണ്ട് ദുൽചന്ദ്, അവർ രണ്ടുപേരും ഇത്രയും കാലം മനുഷ്യരായി ജീവിച്ചവരല്ലേ, നാഗങ്ങളുടെ ശക്തി താങ്ങാൻ അവർക്ക് കഴിഞ്ഞില്ല, അങ്ങനെ രണ്ടുപേരും ഞങ്ങളെ വിട്ടുപോയി എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് ദുൽചന്ദ്. അത് കേട്ട് വിശ്വാസമാകുന്ന മോഹിനി അവിടേക്ക് വരികയാണ്. ശങ്കറും പാറുവുമാണ് അവിടെ നാഗമായി കിടക്കുന്നതെന്ന് വിചാരിച്ച് ആ നാഗങ്ങളെ തന്നെ നോക്കി നിൽക്കുകയാണ് മോഹിനി. മോഹിനി സന്തോഷം കൊണ്ട് അട്ടഹസിച്ച് ചിരിക്കുകയും രക്ഷസായി മാറുകയും ചെയ്യുകയാണ്. പാറുവിന്റെയും ശങ്കറിന്റെയും പ്ലാന് നടക്കുമോ എന്ന് അറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്